ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് നമുക്ക് സീസൺ 4 ബിഗ് ബോസ് താരവും ഈ പ്രാവശ്യത്തെ നിയമസഭാ മത്സരാർത്ഥിയുമായിരുന്ന ലക്ഷ്മി പ്രിയയുടെ വൈറലായ പോസ്റ്റ് കണ്ടു. BJPയെ ശക്തമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മി പ്രിയ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റ് ഇപ്പോൾ ഒരു വിവാദത്തിന് തിരികൊളുത്തുമോ എന്നും സംശയവുമുണ്ട്. കാരണം ശക്തമായ രീതിയിൽ BJPയോട് ലക്ഷ്മി പ്രിയ പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾ ക്രിസ്ത്യാനികളുടെ പള്ളിയുടെ തിണ്ണ നിരങ്ങാൻ പോകരുത് എന്ന ഒരു വേടോടുകൂടിയാണ്. അപ്പോൾ ആ പോസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യം കാണാം, അതിനുശേഷം അഭിപ്രായം പറയാം. അപ്പോൾ ഫേസ്ബുക്കിൽ ലക്ഷ്മി പ്രിയ കുറിച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: ഇനിയെങ്കിലും അച്ഛന്മാരുടെ അരമനയുടെ തിണ്ണ നിറങ്ങാൻ BJP നേതാക്കൾ പോകരുത്. എത്ര ചേർത്ത് പിടിച്ചാലും ഉരുട്ടിക്കൊടുത്താലും അവർ BJPയെ പിന്തുണയ്ക്കില്ല. അനൂപ് ആൻ്റണി, ഷോൺ ജോർജ്, PC ജോർജ് ഇവരുടെ പരാജയം വ്യക്തമാക്കുന്നത് അതാണ്. ഇതിനു പകരം നിങ്ങൾ ഹിന്ദു കമ്മ്യൂണിറ്റി നേതാക്കളെ കാണുക. ഹിന്ദു മഹാസഭ, ബ്രാഹ്മണ സഭ, വിശ്വകർമ്മ സഭ, ഗണകസഭ, NSS, SNDP, KPMS തുടങ്ങിയ എല്ലാ ഹിന്ദു സമാജങ്ങളെയും ചേർത്ത് പിടിക്കുക. അവർക്ക് അടിസ്ഥാന ജീവിത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുക. മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. പെൻഷനും മരുന്നിനുമുള്ള സംവിധാനവും ഉണ്ടാക്കി കൊടുക്കുക. വോട്ടൊക്കെ താനേ പോകുന്നുള്ളൂ. മുസ്ലിം ലീഗും SDPയും ജമാഅത്ത് ഇസ്ലാമിയും മതേതര പാർട്ടിയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയും മതേതര പാർട്ടിയാണ്. ഇന്ത്യ മുന്നണിയിൽ ഇവർ 11ഉം LDF മുന്നണിയിൽ ബാക്കി 11 കക്ഷികൾ ഒരുമിച്ച് ചേരും. അതുകൊണ്ട് സമാജത്തെ ചേർത്ത് പിടിക്കാൻ BJP നേതൃത്വത്തിന് കഴിയണം. ബാക്കി ആരെയും പ്രീണിപ്പിക്കാൻ പോകരുത്. സമാജത്തിൻ്റെ ഏകീകരണം ഉറപ്പുവരുത്തുക. ലക്ഷ്മി പ്രിയയുടെ പോസ്റ്റ് ഇങ്ങനെ തുടരുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു വിവാദത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ബിഗ് ബോസിലുണ്ടായിരുന്ന കാലത്തെ ലക്ഷ്മി പ്രിയ വിവാദം ഉണ്ടാക്കാൻ മിടുക്കിയായിരുന്നു. ഇപ്പോഴും അത് തന്നെ. അപ്പോൾ അതിനടിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എതിർത്തുകൊണ്ടും ധാരാളം കമൻറ്റുകൾ കാണുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു പോസ്റ്റ് കണ്ടപ്പോൾ ലക്ഷ്മി പ്രിയ പറഞ്ഞത് ഒരു പരിധിവരെ സത്യമാണെന്നും തോന്നിപ്പോയി. അപ്പോൾ ആ പോസ്റ്റ് ഞാനിവിടെ കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിനടിയിലെ ഒരു അടിക്കുറിപ്പും ഞാനിപ്പോൾ വായിക്കുകയാണ്. ഏകീകരണം ബാക്കി ഏത് മതവിഭാഗത്തിലായാലും ഉണ്ടെന്നുള്ളതും ഹിന്ദു മതത്തിൽ അത് പ്രത്യേകിച്ച് ഇല്ല എന്നുള്ളതും അർത്ഥവത്താക്കുന്ന വരികളായിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്. അതായത് ശോഭാ സുരേന്ദ്രനെയും ഫാത്തിമ തെഹ്ലിയെയും പോസ്റ്റിൽ കാണിച്ചുകൊണ്ടാണ് അടിക്കുറിപ്പിട്ടിരിക്കുന്നത്. സമസ്ത പറഞ്ഞു പെണ്ണുങ്ങൾ സ്ഥാനാർത്ഥിയാവണ്ട. പക്ഷേ ഫാത്തിമ തെഹ്ലിയ അവർ മതം പറഞ്ഞു അന്യായ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. എന്നാൽ ശോഭാ സുരേന്ദ്രനെ നമ്മൾ പരാജയപ്പെടുത്തി. ഇതാണ് ഹിന്ദുവിൻ്റെ ഐക്യം. ഈ വരികൾ 100% ശരി തന്നെയാണ്. കാരണം ഹിന്ദു ഒരിക്കലും ഒരുമിച്ച് ഒരിടത്തും നിന്നിട്ടില്ല. ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും അവരുടെ മതത്തിൽ അടിസ്ഥാനപരമായി അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. ഹിന്ദു ഒരിക്കലുമില്ല. 150 തട്ടിൽ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നൊരു പാർട്ടിയാണ് ഹിന്ദു മതം. അതിനകത്ത് യാതൊരു സംശയമില്ല. മറ്റുള്ള മതങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല പറയുന്നത്. ഹിന്ദു മതത്തിൻ്റെ ആ കഴിവുകേടിനെയാണ് ഹിന്ദുവായ ഞാൻ തന്നെ പറയുന്നത്. കാരണം അവർ ഒരിക്കലും ഈ ജന്മത്ത് ഒരിക്കലും ശരിയാവുകയില്ല. അപ്പോൾ ലക്ഷ്മി പ്രിയയുടെ ഈ വാക്കുകൾ നടക്കാത്ത ഒരു സ്വപ്നമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും കുറച്ച് ദിവസത്തേക്ക് വൈറലാകാനുള്ള ഒരു വിഷയമായി ലക്ഷ്മി പ്രിയ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.